നമസ്കാരം. സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ പെരിങ്ങോടാണ്. പെരിങ്ങോടുള്ള ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമാണ് കേട്ടോ. ബാലസ്വരൂപനായിട്ടുള്ള നരസിംഹമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ എന്നാണ് പറയണത്. ഇതിന്റെ കൃത്യമായ ചരിത്രങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നും ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഇത് ട്രസ്റ്റി ബോർഡാണ്. ഇതിന്റെ ട്രസ്റ്റി ബോർഡിന്റെ അധീനതയിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഇത് കോഴിശ്ശേരി ആലിക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള മനോഹരമായൊരു ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ പെരിങ്ങോട് ഇറങ്ങി 200 മീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം. ഇതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും നിലവിൽ ആർക്കും അറിയില്ല. പാരമ്പര്യ ട്രസ്റ്റിമാരാണ് ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ. ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയായതുകൊണ്ട് തന്നെ ശാന്തസ്വരൂപനാണ് ഇവിടുത്തെ നരസിംഹമൂർത്തി. ഉപദേവന്മാരായി അകത്ത് ഗണപതിയും പുറത്ത് അയ്യപ്പൻ, മുരുകൻ, ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. കൂടാതെ ബ്രഹ്മരക്ഷസും നാഗവും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജനുവരി മാസത്തിൽ നടക്കുന്ന ആറാട്ടാണ് ഇവിടെ പ്രധാന ആഘോഷം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത്. 7-ാം നാൾ കൊടിയിറങ്ങുന്നു. പാനകവും പാൽപായസവും പ്രധാന വഴിപാടാണ്. സർവ്വരോഗങ്ങൾക്കും മുക്തിയുണ്ടാകും ഈ ക്ഷേത്രത്തിൽ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാലെന്ന് ഭക്തർ പറയുന്നു. പാനകം വഴിപാട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണുള്ളത്. അമ്പലമുറ്റത്തേക്ക് എത്തുമ്പോൾ തന്നെ കണ്ണിന് മനോഹാരിത പകരുന്ന ഒരു ആൽമരവും അതിനടുത്തു തന്നെ സൗന്ദര്യദേവതയായി നിലകൊള്ളുന്ന ഒരു കുളവും, പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ ആകാശം തൊട്ടു നിൽക്കുന്ന കൊടിമരവും ക്ഷേത്രത്തിന് ഭംഗി കൂട്ടുന്നു. മുരുകന്റെയും അയ്യപ്പന്റെയും ഭഗവതിയുടെയും ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. കുളത്തിനരികിലായി സ്ഥിതി ചെയ്യുന്ന ഊട്ടുപുരയും മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലായി ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ഭഗവാൻ കൂടെയുള്ളതുപോലൊരു ഫീൽ. ചുറ്റും പച്ച പട്ട് വിരിച്ച പാടങ്ങളോടും യാത്ര പറഞ്ഞ് ഇനി അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര.